ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ സംഘടനയാണ് ബാലജനസഖ്യം. മലയാള മനോരമയാണ് ഇതിന് നേതൃത്വം നൽകി വരുന്നത്. കുട്ടികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് വിവിധ ഇടങ്ങളിൽ ബാലജനസഖ്യം നടത്തി വരുന്നു. നാളന്ത പബ്ലിക് സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വൈറ്റ്ല ലൈറ്റ് ഹൗസ് ശാഖയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇവരുടെ പുതിയ പദ്ധതികളെയും കുറിച്ച് ആശയങ്ങളെയും കുറിച്ച് ഇവരോട് തന്നെ നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം. എന്നാലും എന്റെ നാത്തുമാരെ, നിങ്ങളുടെ കുഞ്ഞാങ്ങളെന്നെ വേണ്ട പോലും, വേണമെങ്കിലും എന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്റെ വീട്ടിലാക്കൂ. തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ. ബാലജനസഖ്യത്തിൻ്റെ ഒരു എയിം എന്ന് പറയുമ്പോൾ ഈ പഠനത്തെക്കാൾ ഉപരി കുറച്ചുകൂടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ കുറച്ച് പിന്നോക്കമായി നിൽക്കുന്ന കുട്ടികളെ കുറച്ചുകൂടെ കലാപരമായിട്ടുള്ള രീതിയിലായിരുന്നാലും പഠന രീതിയിലായിരുന്നാലും അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അവരെ കൂട്ടുചേർന്നിട്ട് ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു വേദിയാണ് ബാലജനസഖ്യം. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു രീതിയാണ് കാണാറ്. നമ്മളിവിടെ വെറുതെ ഒരു പ്രോഗ്രാം വെച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പിള്ളേരെ അങ്ങനെ പല രീതിയിലുള്ള കലകളും അവരുടെ അറിവുകളും എല്ലാം വർദ്ധിപ്പിക്കുവാനും എല്ലാത്തിനുമായുള്ള ഒരു സ്പെഷ്യൽ വേദിയാണ്. ബാലജനസഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്റ്റേജ് ഫിയർ കുറയും. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഒരു പ്രസംഗം പറയാനാണെങ്കിൽ എന്ത് ചെയ്യാനാണെങ്കിലും സ്റ്റേജിൽ കയറി നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്ന് നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്ത് സാറുമാരൊക്കെ ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് നമ്മൾ അത് ഇൻവോൾവ് ആക്കി ചെയ്ത് നമ്മുടെ സ്റ്റേജ് ഫിയർ പൂർണ്ണമായിട്ട് മാറി. നമുക്ക് എന്ത് പറഞ്ഞാലും അപ്പോൾ ആ സ്പോട്ടിൽ കയറി ചെയ്യാൻ പറ്റും. സാറും വേണു സാറാണ് എന്നെ കുറേ ഇൻവോൾവ് ആക്കിയത്. പിന്നെ എന്നെ കുറേ ആക്ടിവിറ്റീസ് എല്ലാം പഠിപ്പിച്ചത് സോയി സാറും വേണു സാറുമാണ്. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇവിടെ നമ്മൾ ബാലജനസഖ്യത്തിൽ തന്നെ കുറേ ക്യാമ്പുകൾ വെക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി കുട്ടികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളിൽ കുറഞ്ഞു വരുന്നൊരു കാര്യവും കൂടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ അത് വളർത്തിയെടുക്കാനൊക്കെ ബാലജനസഖ്യം നമ്മളെ കുറേ സഹായിക്കും. ഞങ്ങളെ കൂടുതൽ ഇടപഴകാനും ഞങ്ങളുടെ സ്കിൽസ് കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാനൊക്കെ സ്മിത്ത് സാറും വേണു സാറും ഒക്കെ വിളിക്കാറുണ്ട്. മനോരമ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഏറെ തികഞ്ഞ സംതൃപ്തിയാണ് എനിക്കുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രസ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ്, കുട്ടികളുടെ പ്രസ്ഥാനമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് പ്രായപരിധിയുള്ള കുട്ടികൾ ആണ് ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ളത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് സമാന്തരമായിട്ട് ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ സ്വഭാവശുദ്ധിയുള്ളവരാകുവാനും ലക്ഷ്യബോധമുള്ളവരാകുവാനും സാധിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. സാംസ്കാരികമായിട്ടുള്ള അവരുടെ ഉന്നതിയിലേക്കുള്ള വളർച്ച കാണുന്നതിൽ വളരെ സന്തോഷമാണ്. പഠനത്തിൽ താല്പര്യവും സംഘടനകളൊക്കെ എങ്ങനെ നടത്തുന്നതിനുള്ള വിവേചന ശക്തി ഇതിനകം അവർ ആർജിച്ചിരുന്ന സന്തോഷം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മുക്കിലും മൂലയിലും ഷോപ്പുകളിലും കോഫി ഹൗസുകളിലും ക്ലബ്ബുകളിലുമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ധൈര്യത്തോടുകൂടി കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. മറ്റുള്ളവരുടെ സമീപനത്തിൽ തെറ്റേത് ശരിയേതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ത്രാണി അവർക്ക് ഉണ്ടാകണമെന്ന് ഒരു തേങ്ങ എൻ്റെ ഉടയ്ക്കാൻ തന്നാൽ ഞാൻ അരമുറി തേങ്ങയുടയ്ക്കത്തുള്ളേ. വേണമെങ്കിലും എന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെൻ്റെ വീട്ടിലാക്കൂ. തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ